നമസ്കാരം. ഒരഹങ്കാരവും ഒരു ധിക്കാരവും ജനം വച്ചുപൊറിപ്പിക്കില്ല. അവന്റെ ആത്മാഭിമാനത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ ഏത് പാവപ്പെട്ടവരും പ്രതികരിക്കും. അപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അവന് പ്രതികരിക്കാൻ കിട്ടുന്ന അവസരത്തിൽ അവൻ ശക്തമായി പ്രതികരിക്കും. അവന് കഴിയുമെന്നുള്ള രീതിയിൽ പ്രതികരിക്കും. ആ പ്രതികരണം ഏത് സാമ്രാജ്യത്തിന്റെയും അടിവേരുകൾ മാന്തും, അടിസ്ഥാന ശിലകൾ ഇളകിപ്പോകും. അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കണ്ടത്. സ്വജനപക്ഷപാതവും അഴിമതിയും അഹങ്കാരവും ഒന്നും ജനം പൊറുക്കില്ല. ഏത് വിദ്യാഭ്യാസമില്ലാത്തവനായാലും പൊറുക്കില്ല. അവന്റെ കാര്യം അവന് ശരിയായ രീതിയിൽ നടന്നു കിട്ടണം. അതിന് കൂടെ നിൽക്കുന്നവർക്ക് അവൻ വോട്ട് ചെയ്യും. തമിഴ്നാട്ടിലെ ഇപ്പോൾ പ്രചരിക്കുന്ന 2 വീഡിയോകളാണ് ഈ പറയുന്നതിന് ആധാരം. അതിലൊരു വീഡിയോ സ്റ്റാലിൻ നടന്നു വരുന്നു, മുഖ്യമന്ത്രി സ്റ്റാലിൻ നടന്നു വരുന്നു. ഒരാൾ ഷാൾ അണിയിക്കാനായി സ്റ്റാലിന്റെ മുന്നിലേക്ക് പോകുന്നു. വളരെ അമർഷത്തോടു കൂടി ആ ഷാൾ സ്റ്റാലിൻ തട്ടിമാറ്റുകയാണ്. എന്നിട്ട് ആ ഷാൾ കൊണ്ടുവന്ന വ്യക്തി സ്റ്റാലിന്റെ കാൽക്കൽ വീഴുന്നുണ്ട്. ഇതാണ് പ്രചരിക്കുന്ന ഒരു വീഡിയോ. കണ്ടു നിന്നവർക്ക് അത് എത്രത്തോളം ആലോസരമായിരുന്നിരിക്കും. കണ്ടു നിന്നവർ സ്റ്റാലിനെ മനസ്സാലെങ്കിലും എത്രത്തോളം വെറുത്തിരിക്കും. പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോ ഇതാണ്. സ്റ്റേജിൽ നിൽക്കുന്ന വിജയിന് നേരെ വലിയൊരു പൂമാല വലിച്ചെറിയുകയാണ് ആരാധകരിലൊരാൾ. കാരണം കൊണ്ടുചെന്ന് കൊടുക്കാൻ കഴിയാത്ത ആ വിധത്തിൽ തിരക്കാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ എറിഞ്ഞ ആ സ്റ്റേജിലേക്ക് വീണ ആ പൂമാല ആദരവോടുകൂടി വിജയ് എടുത്ത് സ്വന്തം കഴുത്തിലേക്ക് അണിഞ്ഞ ശേഷം മാറ്റിവെക്കുന്നു. ആ എറിഞ്ഞ ആളിന് ഉണ്ടാകുന്ന ഭാവം എന്തായിരിക്കും? അയാളുടെ മനസ്സിൽ തോന്നിയ വികാരം എന്തായിരിക്കും? അതുപോലെ തന്നെയാണ് അഴിമതി കഥകളും. പശ്ചിമ ബംഗാളിലേക്ക് നോക്കൂ. അഴിമതി കൊണ്ട് നിറഞ്ഞ ഒരു സർക്കാരായിരുന്നു. എവിടെ നോക്കിയാലും അഴിമതി മാത്രം. അതുപോലെ സ്വജനപക്ഷപാതവും. ആ സ്വജനപക്ഷപാതം കൊണ്ട് തന്നെയാണ് മമതയുടെ വിശ്വസ്തനായിരുന്ന സുവേന്ദു അധികാരി മമതയിൽ നിന്ന് അകന്നത്. തന്റെ അനന്തരവന് വേണ്ടി, അല്ലെങ്കിൽ തന്റെ അനന്തരവനെ പിൻഗാമിയാക്കുന്നതിനുള്ള മമതയുടെ ശ്രമമാണ് സുവേന്ദു അധികാരിയെ യഥാർത്ഥത്തിൽ അകറ്റിയത്. അധ്യാപക നിയമനത്തിൽ ഉൾപ്പെടെയുള്ള അഴിമതി കഥകൾ ജനം മമതയെ വെറുക്കുന്നതിന് ഇടയാക്കി. ഞാൻ ധാർഷ്ട്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിലേക്ക് വരാം. സംസാരിച്ചു കൊണ്ടിരുന്ന മൈക്ക് ഒന്ന് ഇടറിയപ്പോൾ അത് തട്ടിമാറ്റി ആ മൈക്ക് ഓപ്പറേറ്ററെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് നിർത്തി കരയിച്ച ഒരു ഭരണാധികാരിയെ ജനം എങ്ങനെയാണ് സ്നേഹിക്കുക? മാറുന്നില്ല, വഴിമാറ്, കടക്ക് പുറത്ത് എന്നൊക്കെ അലറുന്ന ഒരു മുഖ്യമന്ത്രിയെ ജനത്തിന് എങ്ങനെയാണ് ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ കഴിയുക? സെൽഫി എടുക്കാൻ തുനിഞ്ഞ ഒരു ചെറുപ്പക്കാരനെ, അതുപോലെ ജനപ്രതിനിധിയായ ഒരു സ്ത്രീയെ വെറുപ്പോടെ പരുഷതയോടുകൂടി നോക്കുകയും മൊബൈൽ ഫോണ് തട്ടിമാറ്റുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയെ ജനത്തിന് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വീഴേണ്ട വാക്കാണോ ഡാഷ് മോനെ രേവന്ത എന്ന്? രേവന്ത പറഞ്ഞതിന് മറുപടിയായിരിക്കാം, എന്നാലും എത്ര മാന്യമായി അതിനൊരു മറുപടി പറയാമായിരുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ. അപ്പോൾ ഓർമ്മ വരുന്നത് രമേഷ് പിഷാരടിയുടെ ഒരു വാചകമാണ്. രമേഷ് പിഷാരടി മത്സരിക്കുന്നു എന്ന അവസ്ഥ വന്നപ്പോൾ നമ്മുടെ മുൻ ധനമന്ത്രി ഇങ്ങനെ ഒരു ഭാഷ പറഞ്ഞു. കോമാളികളെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്ന രീതിയിൽ പരിഹസിച്ചു. അതിന് പത്രലേഖകർ പിഷാരടിയോട് ചോദിച്ചപ്പോൾ പിഷാരടി പറഞ്ഞത് ഇതാണ്: അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പറയട്ടെ. അപ്പോൾ പത്രലേഖകർ ചോദിച്ചു, അത് താങ്കൾക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതിനൊരു മറുപടി പറയൂ. അതിന് രമേഷ് പിഷാരടി പറഞ്ഞ മറുപടി ചിരിച്ചുകൊണ്ട് എനിക്ക് വിവരമുണ്ട് എന്നായിരുന്നു.
അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജനത്തിന്റെ മനസ്സിൽ, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ കാണുന്നവരുടെ മനസ്സിൽ ഉണ്ടായതൊരു പുഞ്ചിരിയാണ്, ഇല്ലാതെ രമേശ് പിഷാരടിയോട് ദേഷ്യമായിരുന്നില്ല. ആ രീതിയിൽ വേണം ഒരു നേതാവ് പ്രതികരിക്കാൻ. ഇല്ലെങ്കിൽ ജനം തകർത്തെറിയും, ജനം അസ്ഥിവാരം തോണ്ടും. എത്ര നല്ല ഭരണമായിരുന്നിട്ടും കാര്യമില്ല, ജനങ്ങളോട് ഇടപെടുന്നതിൽ മാന്യത കാണിക്കണം. ആ മാന്യതയില്ലായ്മ, ആ ധാർഷ്ട്യം പാർട്ടിയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് CPM-നെ ജനത്തിൽ നിന്ന് അകറ്റിയത്. അത് തിരിച്ചറിയാൻ ഇനിയെങ്കിലും CPM-ന് കഴിയണം എന്നൊരാഗ്രഹമുണ്ട്. ഈ ധാർഷ്ട്യം ഇല്ലാതിരുന്നു എങ്കിൽ മാത്രം വീഴ്ച ഇത്രത്തോളം കനത്തതാകുമായിരുന്നില്ല, ഇത്രത്തോളം ഭീകരമാകുമായിരുന്നില്ല. പിന്നെയോ ഒരുപാട് അഴിമതി കഥകളും അതിനെക്കുറിച്ച് മുൻപ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും ജനം ആഗ്രഹിക്കുന്ന നേതാവ് ജനത്തിനോട് നിൽക്കുന്നവനായിരിക്കണം. അവൻ ജനത്തിനോട് ധാർഷ്ട്യം കാണിക്കരുത്. അവന്റെ ആത്മാഭിമാനത്തിൽ പോറലേൽപ്പിക്കുന്നവനാകരുത് നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നവൻ. അങ്ങനെ പോറലേൽപ്പിച്ചാൽ അവനെ കിട്ടുന്ന അവസരത്തിൽ അനുഭവിച്ച വ്യക്തി അല്ലെങ്കിൽ ആ അണി പ്രതികരിക്കും. പശ്ചിമ ബംഗാളിൽ കണ്ടുപോയത് തന്നെയാണ്. പുറമെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞില്ല എങ്കിൽ ആക്രമണം നേരിടും, വധിക്കപ്പെടും, നശിപ്പിക്കും. അതുകൊണ്ട് പുറമെ തൃണമൂൽ കോൺഗ്രസ് എന്ന് അവകാശപ്പെട്ട ആളുകൾ തന്നെയാണ് മമതയെ തോൽപ്പിച്ചത്. കാരണം മമതയുടെ ഭരണം, ആ ധാർഷ്ട്യം ഇനിയും അംഗീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കേരളത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. പുറമെ CPM എന്ന് അവകാശപ്പെട്ടവർ തന്നെയാണ്, അല്ലെങ്കിൽ CPM-ന്റെ യഥാർത്ഥ അണികൾ തന്നെയാണ് CPM-നെ പരാജയപ്പെടുത്തിയത്. കാരണം ധാർഷ്ട്യം, അവരുടെ ആത്മാഭിമാനത്തിനേറ്റ മുറിവ്, അത് ഉണങ്ങുന്നതായിരുന്നില്ല. ഇനിയെങ്കിലും തിരിച്ചറിയണം നേതാക്കൾ, നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ പുറകിലുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയണം. അവിടെ ഒരു കുട്ടിയുടെയും അമ്മയുടെയും കഥയാണ് ഓർമ്മ വരുന്നത്. കുട്ടി അമ്മയോട് പറഞ്ഞു, എന്നെ നോക്കി ആരും ചിരിക്കുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇതാണ്, നിന്നെ നോക്കി ആരും ചിരിക്കുന്നില്ല. എത്ര ദിവസം കൊണ്ട്? കുട്ടി മറുപടി പറഞ്ഞു, ഒരു ദിവസവും ചിരിക്കാറില്ല. അമ്മ വീണ്ടും ചോദിച്ചു, നീ ആരുടെയൊക്കെ മുഖത്ത് നോക്കി ചിരിക്കാറുണ്ട്? കുട്ടി പറഞ്ഞു, ഞാൻ ആരുടെയും മുഖത്ത് നോക്കി ചിരിക്കാറില്ല. എന്നാൽ ഇനി ഒന്ന് തുടങ്ങി നോക്കൂ. കുട്ടി അടുത്ത ദിവസം സ്കൂളിലേക്ക് ഇറങ്ങി. വഴിയിൽ മീൻ വിൽക്കാനിരിക്കുന്ന സ്ത്രീയോട് ചിരിച്ചുകൊണ്ടൊരു ടാറ്റ കാണിച്ചു. അവർ തിരിച്ച് ടാറ്റ കാണിച്ചിട്ട് ശരി മോളെ എന്ന് മറുപടി പറഞ്ഞു. ആ പറച്ചിലും ചിരിയും ആ കുട്ടിക്ക് പുതിയൊരു അനുഭവമായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ അടുത്തിരിക്കുന്ന കടക്കാരനെ നോക്കി ഹായ് അങ്കിളെ എന്നൊരു വാചകം. ആ ആൾ തിരിച്ച് ഹായ് മോനെ എന്ന് തിരിച്ചു മറുപടി. സ്കൂളിൽ കഞ്ഞി വയ്ക്കുന്നവരെ കണ്ട് ചേച്ചി സുഖമാണോ എന്നൊരു ചോദ്യം. മക്കളെ സുഖം തന്നെ എന്ന അവരുടെ മറുപടി. അടുത്തിരുന്ന കൂട്ടുകാരന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ സുഖം തന്നെ എന്ന പുഞ്ചിരിയോടെയുള്ള അവന്റെ മറുപടിയും അവന്റെ തോളിൽ ഒന്ന് കൈവച്ചതും. വൈകുന്നേരം വന്നപ്പോൾ അമ്മ ചോദിച്ചു, ഇന്നെങ്ങനെ? അവൻ മറുപടി പറഞ്ഞു, ഇന്നെല്ലാവരും എന്നോട് സ്നേഹത്തോടെ പെരുമാറി. അപ്പോൾ അമ്മ പറഞ്ഞത് ഇതാണ്, നീ എല്ലാവരോടും അങ്ങോട്ട് സ്നേഹത്തോടു കൂടി പെരുമാറിയത് കൊണ്ട് എല്ലാവരും നിന്നോടും ഇങ്ങോട്ട് സ്നേഹത്തോടു കൂടി പെരുമാറി. കൊടുക്കുന്നതേ കിട്ടൂ, ഏത് നേതാവിനും കൊടുക്കുന്നതേ കിട്ടൂ. അതുകൊണ്ട് തന്നെ അറിയുക, ജനം പ്രബുദ്ധരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.